നിങ്ങൾ പത്രത്തിൽ വായിച്ചു കാണും, ക്രിസ്മസ് കാലത്ത് നോർത്ത് ഇന്ത്യയിൽ ന്യൂനപക്ഷമായ ക്രിസ്ത്യാനികൾ അവരൊരു പുൽക്കൂടുണ്ടാക്കിയെന്ന് പറഞ്ഞ് കുറേ ആശാന്മാർ വന്ന് അവരുടെ പുൽക്കൂട് ആക്രമിച്ചു. അവർ പള്ളിയിൽ, ചെറിയൊരു സമൂഹമാണ്, അവർ പള്ളിയിൽ പ്രാർത്ഥിച്ചപ്പോൾ അവരെ പ്രാർത്ഥിക്കാനായിട്ട് അനുവദിക്കുന്നില്ല. അവരൊരു കൊച്ചു സമൂഹമാണ്, അവരെ പേടിക്കേണ്ട കാര്യമേ ഇല്ല. അവരവിടെ പ്രാർത്ഥിച്ചെന്നോർത്ത് ഇവർക്ക് ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ എങ്കിലും ചെറിയ സമൂഹമാണെങ്കിലും ക്രിസ്ത്യാനിയെ മറ്റുള്ളവർ ഭയപ്പെടുന്നു. കാരണം ദൈവം കൂടെ നടക്കുന്ന ജനതയാണ് നമ്മൾ. ദൈവം കൂടെ നടക്കുന്ന ജനതയാണ് നമ്മൾ. അതുകൊണ്ട് അവർ 10 പേരെ ഉള്ളെങ്കിലും 12 പേരെ ഉള്ളെങ്കിലും ഇവനെ സൂക്ഷിക്കണം. കാരണം എന്താ? ആ നസ്രായക്കാരൻ ഈശോ വെറും 12 പേരെ വെച്ചോണ്ടാണ് ഈ 2.6 ബില്യൺ ആൾക്കാരിലേക്ക് ഇന്നെത്തിയത്. വെറും 12 പേര്. ആ 12 പേരുടെ വിശേഷമൊക്കെ നിങ്ങൾക്കറിയാം അല്ലേ? ഒരു കാര്യത്തിൽ ഒരു ഉറപ്പുമില്ലാത്ത പത്രോസ്, ഇന്ന് പറയുന്നത് നാളെ മാറ്റി പറയും. കസേര നോക്കി നടക്കുന്ന സബദീ പുത്രന്മാർ, സർവവും സംശയിക്കുന്ന തോമ നമ്മുടെ ആള്, പിന്നെ തീവ്രവാദിയായ ശമയോൻ, അങ്ങനൊരു പാർട്ടി ഉണ്ടായിരുന്നു അതിനകത്ത്. കർത്താവ് ഇന്നത്തെ കാലത്തായിരുന്നെങ്കിൽ കർത്താവിനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്ത് അകത്ത് തന്നെ തീവ്രവാദിയെ കൊണ്ടാണ് നടന്നത്. 12 പേരിൽ ഒരാൾ തീവ്രവാദിയായിരുന്നു, തീവ്രവാദിയായ ശമയോൻ. അങ്ങനെ തുടങ്ങിയുള്ള കുറേ 12 എണ്ണം. പിന്നെ ഒറ്റി കൊടുക്കാനായിട്ട് തക്കം പാർത്ത് നടക്കുന്ന യൂദാസ്. വല്ലൊരു യൂദാസിനെ കൊണ്ടൊക്കെ നടക്കുമോ അല്ലേ? നമ്മളാണെങ്കിൽ ഇവൻ നമ്മളെ ഒറ്റി കൊടുക്കുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവനെ നമ്മൾ നാട് കടത്തിയനെ. കർത്താവ് അവനെയും കൊണ്ട് നടക്കുകയാണ്. എന്നിട്ട് ഈ 12 പേരോ കർത്താവിന് ആവശ്യ നേരത്ത് കൂടെ ഉണ്ടായിരുന്നോ? അവനെ കുരിശിൽ തെറിച്ചപ്പോൾ ശിഷ്യന്മാരെ കുറിച്ച് പറയുന്നത് എന്താ? അവരെല്ലാം അവനെ വിട്ട് ഓടിപ്പോയി, ഫസ്റ്റ് പാർട്ടികൾ. എന്നിട്ട് ഇവരെ എല്ലാം തിരിച്ചു വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് പരിശുദ്ധാത്മാവിനെ കൊടുത്ത് അവരെ പ്രചോദിപ്പിച്ച് അവരെ ശക്തിപ്പെടുത്തി കർത്താവ് അവരിലൂടെ ഈ ലോകത്തെ മുഴുവൻ നേടുകയാണ്. നമ്മൾ ഈ പറയുന്ന കഴിവോ അല്ലെങ്കിൽ വലിയ പ്രാപ്തിയോ ഒന്നുമല്ല കർത്താവിൻ്റെ സന്നിധിയിലെ യോഗ്യത. കർത്താവ് തിരഞ്ഞെടുത്തു, അത്രേ ഉള്ളൂ. കർത്താവ് തിരഞ്ഞെടുത്തു. കർത്താവ് ആ 12 എണ്ണത്തെ തിരഞ്ഞെടുത്തു. അവരിലൂടെ ഈ ലോകത്തെ മുഴുവൻ നേടുകയാണ്. വെറും 12 പേര്.